ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ശരാശരി അഥവാ ആവറേജിനെ കുറിച്ചിട്ടാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 30, 15, 25, 45, 60 ഈ സംഖ്യകളുടെ ശരാശരി എത്ര? ശരാശരി നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? സംഖ്യകളുടെ തുക ഹരിക്കണം എണ്ണം. അപ്പം ഇവിടെ സംഖ്യകളുടെ തുക 175 വരിക. അതേ ഹരിക്കണം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പോൾ എണ്ണം 5 = 35. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? n ഒറ്റ സംഖ്യകളുടെ ശരാശരി = n. എത്ര എണ്ണം ഉണ്ട്? 25. അപ്പം ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 55 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുക? n+1 ഹരിക്കണം 2. n ഇവിടെ എത്രയാണ്? 55. അപ്പോൾ 55 + 1 ഹരിക്കണം 2 = 28. നാലാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? n+1 ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം n ഇവിടെ 24 ആണ്. 24 + 1 25 ആൻസർ വരിക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10 സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ഒരു കുട്ടി 32 എന്നതിനു പകരം 23 എന്ന് എഴുതി. ക്രിയ ചെയ്തപ്പോൾ 26.5 എന്ന് കിട്ടി. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര? അപ്പോൾ നമ്മൾ ആദ്യം തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ശരാശരി × എണ്ണം. ഇവിടെ ശരാശരി നമുക്ക് 26.5 തന്നിട്ടുണ്ട്. 10 സംഖ്യകളുടെയും തന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണം 10. അത് ചെയ്യുമ്പോൾ 265 കിട്ടും. ഇനി യഥാർത്ഥ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി 265 പകരം എഴുതിയത് 23 കുറച്ചിട്ട് ശരിക്കുമുള്ള 32 കൂട്ടുക. അപ്പോൾ 274 കിട്ടും. യഥാർത്ഥ ശരാശരി അപ്പോൾ എത്രയാണ്? 274 ഹരിക്കണം 10. അപ്പോൾ 27.4 കിട്ടും. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കപ്പലിൽ 10 ജോലിക്കാരുണ്ട്. അതിൽ 53 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ മാറ്റി പകരം വേറെ ആളെ വെച്ചപ്പോൾ ജോലിക്കാരുടെ ശരാശരി ഭാരം 1.8 കിലോഗ്രാം വർദ്ധിച്ചു. എങ്കിൽ പുതിയതായി വന്ന ആളുടെ ഭാരമെന്ത്? കൂടിയ ഭാരം = 1.8. എത്രയാണ് വർദ്ധിച്ചത്? 1.8 × 10. അപ്പം കൂടിയ ഭാരം നമുക്ക് എത്ര കിട്ടി? 18 കിലോഗ്രാം എന്ന് കിട്ടി. പിന്നെ പുതിയ ആളുടെ ഭാരം കാണാൻ വേണ്ടിയിട്ട് 53 + 18 അപ്പോൾ 71 കിലോഗ്രാമാണ് പുതിയ ആളുടെ ഭാരം. അടുത്ത ചോദ്യം ഏഴാമത്തെ. പരീക്ഷയ്ക്ക് ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 53 ആണ്. ആ കുട്ടിക്ക് മലയാളത്തിന് 10ഉം ഇംഗ്ലീഷിന് 2 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 55 ആകുമായിരുന്നു. എങ്കിൽ ആകെ എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ നടത്തിയത്? ആകെ വിഷയങ്ങൾ = കൂടിയ മാർക്ക് / കൂടിയ ശരാശരി. കൂടിയ മാർക്ക് എത്രയാണ്? മലയാളത്തിന് 10ഉം ഇംഗ്ലീഷിന് 2ഉം. അപ്പോൾ 12. കൂടിയ ശരാശരി 55 - 53. അപ്പോൾ എത്രയാണ്? 12 / 2 = 6. അടുത്ത ചോദ്യം എട്ടാമത്തത്. ഒരു ബാറ്റ്സ്മാൻ 16ാമത്തെ ഇന്നിങ്സിൽ 80 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരി റൺസ് 2 വർദ്ധിച്ചു. എങ്കിൽ 16ാമത്തെ ഇന്നിങ്സിൽ അയാളുടെ ശരാശരി സ്കോർ എത്ര? ശരാശരി സ്കോർ കാണാൻ വേണ്ടി 80 - 15 × 2 നമുക്ക് 50 കിട്ടും. ഒമ്പതാമത്തെ ചോദ്യം. ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്ര? ക്യൂബുകളുടെ ശരാശരി എങ്ങനെ കാണാം? n × n+1 2 / 4. അപ്പോൾ 9 × 100 / 4 225 കിട്ടും. പത്താമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ 23 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശരാശരി എത്ര? അതെങ്ങനെ കണ്ടുപിടിക്കാം? n+1 ×
2n+1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 × 47 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 188 കിട്ടും. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. 10 സംഖ്യകളുടെ ശരാശരി 7 സംഖ്യകളെല്ലാം 8 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര? പുതിയ ശരാശരി എത്രയായിരിക്കും? 7 × 8 56. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11 സംഖ്യകളുടെ ശരാശരി 21. എല്ലാ സംഖ്യകളുടെയും കൂടെ 6 കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? 21 + 6 = 27. 13ാമത്തെ ചോദ്യം. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 35 ആയാൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ എന്താണ് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ 6ന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 5 കിട്ടും. അപ്പം നമ്മൾക്ക് കിട്ടിയ ശരാശരി എത്രയുണ്ട്? 35. 35 + 5 = 40. 17ാമത്തെ ചോദ്യം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി 5 - 1 = 4. അത് ശരാശരിയിൽ നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ 21 കിട്ടും. 13ാമത്തെ ചോദ്യത്തിൽ നമ്മൾ വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ശരാശരീൻ്റെ കൂടെ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന സംഖ്യ 5 കൂട്ടിയിട്ട് 40 കിട്ടിയത്. ഇവിടെ ചെറിയ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ടോ ശരാശരീൻ്റെ കൂടെ കുറയ്ക്കുകയാണ് വേണ്ടത്. ചെറുതെന്ന് പറയുമ്പോൾ കുറയ്ക്കുക, വലുതെന്ന് പറയുമ്പോൾ കൂട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ 15. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 43 ആയാൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ആദ്യം തന്നെ എണ്ണൽ സംഖ്യ എത്രയാണ്? 5 അപ്പോൾ 5 - 1 = 4. അപ്പം 4 ഹരിക്കണം 2 അപ്പോൾ 2 കിട്ടും. അപ്പോൾ വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് 43 + 2 അപ്പോൾ ആൻസർ 45 കിട്ടും. അടുത്ത ചോദ്യം 16ാമത്തത്. A, B, C എന്നിവരുടെ ശരാശരി വയസ്സ് 30 ആണ്. അപ്പോൾ എന്റെ വയസ്സ്, ബിൻ്റെ വയസ്സ്, സിൻ്റെ വയസ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് /3 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ബിയുടെയും സിയുടെയും ശരാശരി വയസ്സ് 25 ആകുന്നു. എന്നാൽ എയുടെ വയസ്സ് എത്ര? അപ്പം എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ആകെ വയസ്സ് നമുക്ക് കണ്ടുപിടിക്കുക എത്രയാണ്? 30 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പം നമുക്ക് 90 കിട്ടും. അപ്പം ബിൻ്റെയും സിൻ്റെയും ആകെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 25 × 2 അപ്പോൾ 50 കിട്ടും. അപ്പോൾ നമ്മൾ എയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ വയസ്സ് നമുക്കറിയാം 90 ആണ്. അതിൽ നിന്ന് ബിൻ്റെയും സിൻ്റെയും വയസ്സ് 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 40 കിട്ടും. അപ്പോൾ എൻ്റെ വയസ്സ് എത്രയാണ്? 40. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തത്. ഒരു കുടുംബത്തിലെ 6 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 6 പേരുടെ ശരാശരി വയസ്സ് 21 എങ്കിൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ടു മുൻപ് ആ കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്ര? അപ്പോൾ കുടുംബത്തിലെ ആകെ വയസ്സ് എത്രയാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 6 × 21 അപ്പോൾ 126 കിട്ടും. അപ്പം ഇനി 6 വയസ്സുള്ള കുട്ടി ജനിക്കുന്നതിന് മുൻപേ ഉള്ള എല്ലാവർക്കും 6 വയസ്സ് വീതം കുറയ്ക്കും. അപ്പോൾ 6 വയസ്സിൻ്റെ മുന്നേ എന്നുള്ളതല്ലേ ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയെന്ന് എല്ലാവരുടെ നിന്നും നമ്മൾ 6 വയസ്സ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 6 × 6 എത്രയാണ്? 36. അപ്പോൾ നമ്മൾ ടോട്ടൽ വയസ്സ് എത്രയുണ്ട്? 126. അതിൽ നിന്ന് നമ്മൾ 36 കുറച്ച് കഴിഞ്ഞാൽ 90 കിട്ടും. ഇപ്പം നമുക്ക് കുടുംബത്തിൻ്റെ ആകെ വയസ്സ് കിട്ടി. ഇനിയിപ്പം 6 വർഷം മുന്നേ ഉള്ള എല്ലാവരുടെയും വയസ്സും കിട്ടി. ഇനി കുട്ടി ജനിക്കുന്നതിൻ്റെ മുൻപുള്ള ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 90 / 5 അപ്പോൾ 18 കിട്ടും. അതാണ് നമ്മളെ ആൻസർ വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശരാശരീൻ്റെ 17 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. പിന്നെ അത് കൂടാതെ തന്നെ അതിൽ വരുന്ന കുറച്ച് ഫാക്ട്സും ഫോർമുലാസും ഞാൻ അടുത്ത സ്ലൈഡിൽ കൊടുക്കാം കേട്ടോ. താങ്ക് യു.